നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി 24 മണിക്കൂർ കൂടെ ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ പ്രവചനം നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വസ്തുതകൾ നിരത്തി ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ആ റിസൾട്ടിലേക്കാണ്, അതിലേക്കുള്ള പരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് CPM, കോൺഗ്രസ്, BJP മുന്നണികളുടെ വമ്പൻ പ്രചരണങ്ങളിൽ തെറിവിളികളും വിദ്വേഷ പ്രസംഗങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പലവിധ പ്രയോഗങ്ങളുടെ ഒക്കെ പ്രയോഗത്തിൻ്റെ ഒക്കെ വിവാദം ഉയർന്നു വരുമ്പോൾ എണ്ണത്തിലും ഗണനത്തിലും മുന്നിലുണ്ടാകാറുള്ളത് പലപ്പോഴും CPM ആണ്. പല നേതാക്കൾ പല പ്രസ്താവനകൾ നടത്തും, പലവിധ ചാനൽ ചർച്ചകൾ നടക്കും. ഒടുക്കം LDFിൻ്റെ ഇമാതിരി പരിപാടികൾക്കെതിരെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ന്യൂസ് അവർ പ്രമേയങ്ങൾ പാസ്സാക്കും. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരൊറ്റ ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഉണ്ട്. അത് ചർച്ചകളായിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. പിണറായി സുധാകരനെതിരെ ചെറ്റപ്രയോഗം നടത്തിയ ഒരു വിവാദം ചിലപ്പോൾ ചാനൽ ചർച്ചയായി കണ്ടിട്ടുണ്ടാവും. ഞാൻ അത് ആലോചിച്ചപ്പോൾ കണക്കെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണയും CPM ആണോ മുന്നിൽ എന്നൊരു സംശയം പക്ഷേ എനിക്കുണ്ടായി. കാരണം ചർച്ചകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് സുഹൃത്തുക്കളെ എൻ്റെ മുന്നിലേക്ക് എത്തിയത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഇക്കാലം അത്രയും ചാർത്തിക്കൊടുത്ത CPMൻ്റെ ആ കുത്തക UDF തകർത്തു. ചെറിയ ലീഡിനൊന്നുമല്ല തകർത്തത്, വലിയ ഭൂരിപക്ഷത്തിനാണ്. ആ വോട്ടെണ്ണലിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം അങ്ങ് ഇടുക്കിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ ജില്ലയിലെ മൂത്ത നേതാവ് തന്നെയാണ് ഒന്നാമൻ. മൂപ്പര് കുറച്ചു ദിവസം മുമ്പ് ശശി തരൂരിനൊപ്പം സെൽഫി എടുക്കാനെത്തിയ ഭിന്നശേഷി യുവാവിനെ തള്ളിയിട്ടു എന്ന ഒരു ദൃശ്യവും വിവാദവും നിങ്ങളുടെ മുമ്പിലേക്കും വന്നിട്ടുണ്ടാവും. അങ്ങനെ പാർട്ടിക്ക് സ്കോർ ചെയ്യാൻ ആത്മാർത്ഥമായി തന്നെ നേരത്തെ ശ്രമം ആരംഭിച്ചിരുന്നു. അങ്ങനെ മൂപ്പരൊരു ഗംഭീര പ്രസ്താവന നടത്തി. ആവേശം മൂത്ത അണികളോട് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമ്പോൾ ദളിതരായ സ്ത്രീകൾ നേരെ പോയി ബ്ലൗസ് സ്വയം കീറി വലിച്ചു കീറണം എന്നാണ് മൂപ്പരുടെ ആഹ്വാനം. പിന്നെ വകുപ്പില്ലാതെ നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം. ഇമാതിരി നേതാക്കളാണ് കോൺഗ്രസിനെ ഇത്തവണ ജയിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ കണക്കെടുപ്പിൽ 1-0 UDF മുന്നിലെത്തി. ഇതിന് പിന്നാലെ തങ്ങളുടേതായ പങ്കുവഹിക്കാൻ ഘടകകക്ഷികളും രംഗത്തെത്തി. മുസ്ലിം ലീഗിന്റെ വകയാണ് അടുത്തത്. മുസ്ലിം ലീഗ് നേതാവ് കായംകുളത്തെ മണ്ഡലം ചെയർമാൻ ഇർഷാദ് ചക്കളശ്ശേരി സ്വന്തം സംസ്കാരം എടുത്ത് പുറത്തിട്ടു. കായംകുളത്തിന്റെ LDFിന്റെ സ്ഥാനാർത്ഥി പ്രതിഭയെക്കുറിച്ച് ശരീരം വിൽപ്പനക്ക് വെച്ച് വോട്ട് പിടിക്കുന്നു, അങ്ങനെ ജയിക്കാൻ നോക്കുന്നു എന്ന ഒരു പ്രയോഗം നടത്തി മൂപ്പർ ലിജുവിനെ UDFിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ ഒരു ത്യാഗപൂർവമായ ശ്രമം നടത്തി. VD സതീശനും മാധ്യമ ജഡ്ജിമാരും ഒക്കെ മൂത്രമൊഴിക്കാൻ പോയ സമയമായതുകൊണ്ട് അവരൊന്നും അത് കേട്ടില്ല. ഈ പ്രയോഗത്തിനൊടുവിൽ പക്ഷേ മുസ്ലിം ലീഗിനെ മൂപ്പരെ പുറത്താക്കിയെന്ന് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. മൂപ്പരിപ്പോഴും നാട്ടിൽ വോട്ടും പിടിച്ച് നടപ്പാണത്രേ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൂടി വന്നതോടെ UDF 2-0 മുന്നിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴതാ അങ്ങ് കാസർഗോഡ് നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് മറ്റൊരു പ്രഖ്യാപനം വരുന്നു. വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന. അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുനാഫിക്കാണ് എന്നാണ് പ്രഖ്യാപനം. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കണ്ടെത്തിയതാണ്. മുനാഫിക് എന്നാൽ മുസ്ലിമിന്റെ ആഭ്യന്തര ശത്രു എന്നാണ് അത്ര അർത്ഥം. ദൈവത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ രാഷ്ട്രീയ എതിരാളിയെ വിദ്വേഷത്തോടെ അകറ്റി നിർത്തി വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ മതവാദികൾ നടത്തുന്ന കുതന്ത്രം ഇവിടെ പയറ്റി എന്നർത്ഥം. എന്തായാലും കാസർഗോഡ് നിന്ന് ഇത് വരുമ്പോൾ UDF 3-0 മുന്നിലെത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ അതാ ഒറ്റപ്പാലത്തൊരു സ്ഥാനാർത്ഥി, സാക്ഷാൽ PK ശശി. LDFിലിരിക്കുമ്പോൾ എന്തിൻ്റെയോ തീവ്രത അളക്കുന്നു എന്നും പറഞ്ഞ് ശശിയെ നോക്കിക്കൊണ്ടിരുന്ന സതീശനും കൂട്ടുകാരും ഇനി ഇങ്ങോട്ട് പോന്നോ, ഇവിടുന്ന് നമുക്ക് ആ തീവ്രത അളക്കാം, തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അളന്നു കഴിഞ്ഞ് മൂപ്പര് നിരപരാധിയാണ് എന്നും വിനു വി ജോണിനോട് ഏഷ്യാനെറ്റ് ന്യൂസിൽ VD സതീശൻ വിശദീകരിച്ചു. അങ്ങനെ ആ PK ശശി ഒറ്റപ്പാലത്ത് VD സതീശന്റെ UDFിന്റെ സ്ഥാനാർത്ഥിയായി. ശശിയുടെ ആക്ഷേപം എതിരാളികളെ ആയ നേതാക്കളെ പറ്റിക്കലായിരുന്നില്ല, അവരെക്കുറിച്ചായിരുന്നില്ല, അവർക്കെതിരെയും ആയിരുന്നില്ല. കാലുമാറിയതിനു ശേഷം ആദ്യമായി ഇക്കാര്യം ചോദിച്ച തീവ്രതയെക്കുറിച്ച് UDFിന്റെ നേരത്തെയുള്ള ആക്ഷേപങ്ങളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകയോടായിരുന്നു PK ശശിയുടെ മുഴുവൻ രോഷവും. ന്യൂസ് 18ലെ മാധ്യമപ്രവർത്തക MG രേണുകയോടായിരുന്നു ശശി അശ്ലീല പ്രകടനം നടത്തിയത്. രേണുകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഞാൻ വായിക്കാം. അവരാണ് ഈ കാര്യം വെളിപ്പെടുത്തിയതും. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിലായിരുന്നു. അതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് ഞാൻ എത്തി. അപ്പോൾ UDF സ്ഥാനാർത്ഥി PK ശശിയിൽ നിന്നുണ്ടായത് വളരെ മോശം അനുഭവമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കാട്ടേണ്ട മര്യാദകൾ പാലിച്ചു തന്നെയായിരുന്നു എൻ്റെ ചോദ്യങ്ങൾ. VD സതീശനെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് PK ശശി തന്നെയാണ്. CPMലെ നികൃഷ്ട ജീവികൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ആരോപണങ്ങളാണെന്നും ആ ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തില്ല എന്നും ശശി പറഞ്ഞു. രാഷ്ട്രീയ അഭയം തേടി മുന്നണി മാറുമ്പോൾ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഞാൻ അപ്പോൾ ചെയ്തത്. തീവ്രത അളക്കാനാണോ വന്നത് എന്ന് പിന്നീട് അധിക്ഷേപിച്ചുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ ശശി
PK ശശി സംസാരിച്ചു. അത് കേട്ട് ചിരിച്ച നേതാക്കൾ ഉൾപ്പെടെ ഉള്ള പാർട്ടി പ്രവർത്തകരുടെ പെരുമാറ്റം എന്നെ ഭയപ്പെടുത്തി. 20 വർഷത്തോളമാകുന്ന മാധ്യമ പ്രവർത്തനത്തിലെ ഏറ്റവും മോശം അനുഭവമായിരുന്നു അത്. ചുറ്റും കൂടി നിന്ന പ്രവർത്തകരുടെ ഇടയിൽ ഭയപ്പാട് പുറത്തു കാട്ടാതെ സൈൻ ഓഫ് കൂടി എടുത്ത് മടങ്ങിയത് വലിയ വെല്ലുവിളിയായിരുന്നു. ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പോലും ഇതാണ് സമീപനം എന്നത് ആശങ്കയോടെയാണ് കാണുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകയെ ഒരു സ്ഥാനാർത്ഥി പൊതുമധ്യത്തിൽ അധിക്ഷേപിച്ച് ഭീഷണിപ്പെടുത്തിയ ഈ അധപ്പതിച്ച പ്രവൃത്തിയെ സമൂഹ മധ്യത്തിൽ ആഘോഷിക്കുന്നവർ ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല. എന്തൊക്കെ സംഭവിച്ചാലും മാധ്യമ പ്രവർത്തനമാണ് എൻ്റെ മേഖല. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭയപ്പെട്ട് പിന്മാറില്ല എന്നാണ് MG രേണുക ഫേസ്ബുക്കിൽ എഴുതുന്നത്. ഇങ്ങനെ ശശിയും UDF വേണ്ടി സ്കോർ ചെയ്തു. അതോടെ UDF ലീഡ് കുതിച്ചുയർന്നു 4-0. അങ്ങനെ നോക്കുമ്പോഴുണ്ട് ചടപട ലീഡ് ഉയർത്താൻ മറ്റൊരാൾ പാടുപെടുന്നു, സാക്ഷാൽ സുധാകരൻ കഴിഞ്ഞ തവണ LDF ഫോർവേഡായിട്ടാണ് കളിച്ചത്. LDF വേണ്ടി നല്ലോണം സ്കോർ ചെയ്ത ആളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ച് കഴിഞ്ഞ തവണ സ്കോർ ചെയ്ത സുധാകരൻ അന്ന് ചാനൽ ചർച്ചയ്ക്കും വിധേയനായി. ഇത്തവണ പക്ഷേ അതുണ്ടാവില്ല. ഇത്തവണ അപ്പുറത്താണല്ലോ. CS സുജാതയെ പറ്റി അതുകൊണ്ട് ധൈര്യപൂർവ്വം മൂപ്പര് ആക്ഷേപങ്ങൾ ഒരു വേദിയിൽ, പ്രചാരണ വേദിയിൽ, പ്രസംഗത്തിൽ ചൊരിഞ്ഞു. CS സുജാത പൊട്ടും തൊട്ട് പൂവൊക്കെ ചൂടി നായർ വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണത്രേ. തൻ്റെ മണ്ഡലത്തിലെ നായർ വോട്ടൊന്നും അവർക്ക് കിട്ടില്ല, അതെനിക്കേ കിട്ടൂ എന്ന് സുധാകരൻ അവിടെ വെച്ച് അതുകൊണ്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല ഒരു സ്ത്രീയെ മുൻനിർത്തി ആവോളം അപഹസിച്ച് പ്രസംഗിച്ചു. കൈയടിക്കാൻ മുന്നണിക്കാരും പാർട്ടിക്കാരും. നായന്മാരെ വീടുകൾ കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് കാരണം. മനസ്സിലായില്ല? നാണമില്ല സുജാതയ്ക്ക്. ആണോ മാനം വേണ്ടേ? ഇവിടെ അമ്പലപ്പുഴയിലെ ചാർജുകാരിയാണ് അത്ര. മനസ്സിലായില്ല? അവരോട് മല പറിക്കും. അവരോട് അവരാർക്കും പരിചയമുണ്ടാവും. ഇത്തവണ UDF വേണ്ടി അങ്ങനെ സുധാകരൻ നന്നായി ചടപടാന്ന് സ്കോർ ചെയ്തു. പിന്നെയും കുറേയുണ്ട്. സ്വന്തം അനുജൻ ഭുവനേശ്വരനെ വെട്ടിക്കൊന്നത് കോൺഗ്രസ്സുകാരാണ് എന്നും കാലം നേരത്തെ ഉണ്ടായിരുന്നത് തിരുത്തിക്കൊണ്ട് സുധാകരൻ കാലുമാറിയ ഘട്ടത്തിൽ പറയുകയാണ്. ഇപ്പോൾ ബുദ്ധിയും മൂപ്പര് മാറ്റി, കാലു മാത്രമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മൂപ്പര് ഇപ്പോൾ പറയുന്നത് SFI ഗുണ്ടകളാണ് കൊന്നത് എന്നാണ്. ആരാണ് അന്നത്തെ SFI? അത് സുധാകരൻ തന്നെയാണല്ലോ. ആ സുധാകരൻ ഇന്ന് പറയുന്നു കൊന്നത് അവന്മാരാണ് എന്ന്. അവരുടെ നേതാവായി ഇത്രയും കാലം ഇരുന്നിട്ട് സ്വന്തം അനുജൻ്റെ കൊലയാളി അവരാണ് എന്ന് മൂപ്പര് പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ട് അപ്പുറത്ത് കൊലയാളി സംഘം എന്ന് ഇത്രയും കാലം വിളിച്ചവരുടെ അടുത്ത് പോയിട്ട് പറയുന്നു അതല്ല ഇത് എന്ന്. സ്വന്തം അനിയൻ്റെ കൊലക്ക് പുതിയ വ്യാഖ്യാനം നടത്തുന്നു. ഉദരനിമിത്തം ബഹുഹൃതവേഷം. എന്തായാലും സുധാകരൻ ചറപറാന്ന് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം നമ്മുടെ മാനദണ്ഡത്തിൽ പെടുന്നതല്ല. ലീഡ് 1 മാത്രമേ കണക്കാക്കുള്ളൂ. അങ്ങനെ UDF ലീഡ് 5-0 മുന്നിലെത്തിച്ചു സുധാകരൻ. അവിടെ സുധാകരൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പറച്ചിൽ മാത്രമാണ് LDF ഒരു സ്കോർ ഉള്ളത്. ആകെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒരേയൊരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും കാലം അവർക്കുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്ത ആധിപത്യം ഇത്തവണ ഒറ്റ തേരോട്ടത്തിൽ UDF പൊളിച്ചു. അങ്ങനെ 5-6 പോയിന്റിലേക്ക് വരെ എത്തിക്കാവുന്ന കെൽപ്പ് അവർ നേടി. പിണറായി വിജയൻ 1 പോയിന്റ് നൽകി. സുധാകരൻ്റേത് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പിണറായി പറഞ്ഞതാണ്. ചെറ്റത്തരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിക്കാത്ത വാക്കായതുകൊണ്ട് നമുക്ക് ഈ മത്സരത്തിൽ പോയിന്റ് കൊടുക്കാതെ നിർവാഹമില്ല. അങ്ങനെ 5-1. എന്നാലും ബഹുദൂരം മുന്നിൽ UDF തന്നെ. ഇനി ഇതൊന്നും കൂടാതെ ചൂടാവുന്നതിലും CPMകാരെ തോൽപ്പിക്കാൻ തുടങ്ങി VD സതീശൻ യുഗത്തിൽ കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നുണ്ട് ചില നേതാക്കൾ. ഏറ്റവും ഒടുവിൽ വയനാട് പിരിവ് തട്ടിപ്പിനെ പറ്റി ചോദിച്ച മനോരമ ന്യൂസ് റിപ്പോർട്ടറോട് KPCC പ്രസിഡന്റ് പുറത്തെടുത്ത ഈ പെരുമാറ്റം അതിന്റെ പീക്കിലുള്ള സ്കോറിംഗ് ആണ്. വാട്ട് യു മീൻ? അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ട്. എന്താ പറഞ്ഞത്? ക്രമക്കേട് ഒന്ന് പറഞ്ഞേ. ക്രമക്കേട് ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. അല്ല, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപിക്കപ്പെട്ടത്. എന്താ ഒന്ന് പറഞ്ഞേ? ആരോപിച്ച എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, അത് കൃത്യമായി എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, അതിൽ എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ പറയാം. എന്താന്നൊന്ന് പറഞ്ഞേ. പറയാം. അതായത് ശബരിമല കൊള്ള പോലെയാണോ? അയ്യപ്പ സംഗമത്തിലെ കൊള്ള പോലെയാണോ? എന്താന്നൊന്ന് പറഞ്ഞേ. 10 പൈസയുടെ ക്രമക്കേടില്ല. 10 പൈസയുടെ ക്രമക്കേടില്ല. 9 പൈസയുടെ ക്രമക്കേടില്ല. ഞാനാ KPCC പ്രസിഡന്റ്. ഞാനാ മാധ്യമങ്ങളോട് പറഞ്ഞ, ജനങ്ങളോട് പറഞ്ഞ 10 രൂപയുടെ ക്രമക്കേടില്ലെന്ന് കേട്ടോ. അതൊന്നും വിലപ്പോയില്ല. അതിന്റെ പേരിലൊന്നും ശബരിമല കൊള്ള 5 കോടിയിലധികം രൂപ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായ തെളിവുകളുണ്ടോ പ്രസിഡന്റ്? വേറെ പണിയുണ്ട് എനിക്ക് കേട്ടോ. അല്ല, ഇതിനകത്ത് ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താ? എനിക്ക് വേറെ പണിയുണ്ട് സമയം. പ്രകോപിതരാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അനാവശ്യ ചോദ്യം ചോദിച്ചോണ്ട്. അല്ല, അനാവശ്യ ചോദ്യമാണോ? പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല, അനാവശ്യ മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? അനാവശ്യ ചോദ്യമാണോ? തീർത്തും അനാവശ്യ ചോദ്യം. ബന്ധപ്പെട്ട എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചല്ലോ. നിങ്ങൾക്കറിയാവോ, നയാ പൈസയുടെ അഴിമതിയില്ലാത്ത, തിരിമറിയില്ലാത്ത, വ്യത്യാസമില്ലാത്തൊരു കണക്ക് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിന്റെ ചുറ്റും നടക്കുന്നത് സ്വാഭാവിക ചോദ്യം. ന്യായമായിട്ട്, യുക്തിഭദ്രമായിട്ട്, സത്യസന്ധമായിട്ട് ചോദ്യം ചോദിക്കണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മീഡിയ. അതിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പുറത്തുവിട്ട കണക്കുകൾ മാത്രമല്ല എന്നൊക്കെയാണ് ആരോപണങ്ങൾ. അത് മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല.
കേട്ടോ. ഇമാതിരി പരിപാടികൾ VD സതീശന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. തെറിവിളിയും ആക്ഷേപവും അല്ലാതെ ചൂടാകലിന് നമ്മൾ മാർക്കിടാൻ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിവിടെ പരിഗണിക്കാൻ പറ്റില്ല. കേൾക്കാൻ കാണാനും രസമുള്ളതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. വിഷമിക്കേണ്ട. 5-1 UDF മുന്നിൽ തന്നെയാണ്. അതിനപ്പുറം BJP അവരുടെ പതിവ് രീതി വെച്ച് ആവോളം സ്കോർ ചെയ്യുന്നുണ്ട്. ഗുരുവായൂരിൽ ഹിന്ദു MLA വേണം എന്ന വിദ്വേഷ തെറികളാണ് P. ഗോപാലകൃഷ്ണനെ പോലുള്ളവർ പ്രചരിപ്പിക്കുന്നത്. പിന്നെ ലവ് ജിഹാദും ഒക്കെയായി PK കൃഷ്ണദാസ സംഘവും വേറൊരു സ്ഥലത്ത് തള്ളിക്കളിക്കുന്നുമുണ്ട്. എന്തായാലും UDFനും പോകുന്ന സ്കോറിംഗ് ആരും നടത്തുന്നില്ല. ഇത്തവണ ജേതാക്കൾ അവർ തന്നെ. കളിക്കാരെ ലേലത്തിൽ വാങ്ങി ഇറക്കിയത് കൊണ്ടാണ് ഇത്ര വലിയ വിജയം അവർക്ക് സ്വന്തമാക്കാനായത് എന്നത് വസ്തുതയാണ്. G. സുധാകരൻ, PK ശശി തുടങ്ങിയ വമ്പൻ ഫോർവേഡുകൾ UDFന് വേണ്ടി കളത്തിലിറങ്ങി ആവോളം തെറിവിദ്വേഷ ഫാക്ടറിക്ക് സംഭാവനയും സ്കോറും നൽകുന്നത് കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ. VD സതീശനെ അഭിമാനിക്കാം. തങ്ങളുടെ ടീം UDFനെ ഓർത്ത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറയും എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി, നമസ്കാരം.